എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ എഴുതാൻ 5000 രൂപ ഏത് കൂട്ടം വിദ്യാർത്ഥികൾക്കാണ്, ആർക്കൊക്കെയാണ് ഈ പ്രശ്നം ബാധിക്കുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ എടുക്കാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാതും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ എഴുതാൻ 5000 രൂപയോ? എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ പ്രധാനമായിട്ടും എപ്പോഴും പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്, നമ്മളൊരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ 5 to 6 years മാത്രമാണ് ആ ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ കാലാവധി. പല വിദ്യാർത്ഥികളും ചോദിച്ചു, 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, ഈ കൊല്ലം കൂടി ആകുമ്പോൾ 5 years അല്ലേ പൂർത്തിയാകുള്ളൂ, 2026 കൂടി ചാൻസ് തരേണ്ടതല്ലേ എന്ന്. അപ്പോൾ 5 to 6 years എന്ന് പറയുമ്പോഴും പല വിദ്യാർത്ഥികൾ ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായൊരു കാര്യമാണ്. അപ്പം ഈ 2025 കഴിയുന്നതോടുകൂടി 5 വർഷമല്ലേ പൂർത്തിയാകുന്നുള്ളൂ, 2026 എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് 2026 പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ 5 to 6 years എന്ന് പറയുമ്പം എന്താണ്, 6ാമത്തെ കൊല്ലം കൂടി എഴുതാൻ പറ്റേണ്ടതല്ലേ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത്, എന്താണ്, അത് കോവിഡ് കാലത്ത് മാത്രമാണ് 5 to 6 years ഡ്യൂറേഷൻ വന്നത്. ഇപ്പോൾ 5 years ആണ് ഡ്യൂറേഷൻ. 5 to 6 years എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കോവിഡ് കാലത്ത് മാത്രമായിരുന്നു. ഇപ്പോൾ 5 years കൊണ്ട് തന്നെ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ കാലാവധി കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ കുറിച്ച് തന്നെയാണ്. ഏതെങ്കിലും സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തവണ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് 5000 രൂപ എന്ന് പറഞ്ഞല്ലോ, ഇതെപ്പോഴാണ്, ഇതാർക്കൊക്കെയാണ് ബാധിക്കുക അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, പറയാം. അതായത് നമ്മളൊരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം എടുക്കുന്നു. നമുക്ക് യൂണിവേഴ്സിറ്റി നിയോഗിച്ച ഈ 5 years നമ്മുടെ വാലിഡിറ്റി പീരീഡിനകം നമുക്ക് ഈ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിരാശ വരും. +2 കഴിഞ്ഞ് ഡിഗ്രി എന്ന സ്വപ്നത്തോടു കൂടി വന്ന് ചേർന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമമാകും. പിന്നീട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ തന്നെ പല വിദ്യാർത്ഥികളും ഇത് എഴുതുന്ന എന്ന പരിപാടി അങ്ങ് നിർത്തും. അതായത് പരീക്ഷ എഴുതുന്ന പരിപാടി നിർത്തും. എഴുതിയിട്ടും കാര്യമില്ല, എനിക്ക് കിട്ടൂല എന്നൊരു തോന്നിയിട്ട് പലരും പരീക്ഷ എഴുതാൻ പോവുകയില്ല. പക്ഷെ പിന്നീട് കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ പറയും, നിനക്ക് ഡിഗ്രിയിൽ ഒരു സപ്ലി അല്ലെങ്കിൽ 2 സപ്ലി അല്ലേ ഉള്ളൂ, നീ ആ സപ്ലി എങ്ങനെയും ഒന്ന് ക്ലിയർ ചെയ്യുക, അങ്ങനെയെങ്കിലും നിനക്ക് നല്ലൊരു ബെസ്റ്റ് ജോബുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്, ആ ഒരു കമ്പനിക്കാരോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആകെ 1-2 സപ്ലി അല്ലേ ഉള്ളൂ, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ജോലി തരാം എന്ന് പറഞ്ഞൊരു ഇത് വരുമ്പോൾ അന്നേരമാണ് നിങ്ങൾക്ക് മനസ്സ് വരുന്നത്, ഈ ഡിഗ്രി എന്ന പ്രോഗ്രാം എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നീട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് ചിലപ്പോൾ അന്ന് എഴുതാതെ പോയിട്ട് പിന്നീട് ചിലപ്പോൾ ഒരു 5-6 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ 1 ടൈം സപ്ലിമെൻ്ററി സ്പെഷ്യൽ എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുമ്പോൾ സൂപ്പർ ഫൈൻ അടച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് 5000 രൂപ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് സപ്ലി എഴുതാൻ വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് 5000 രൂപ പേ ചെയ്യേണ്ടി വരും. 2 പരീക്ഷയാണ് 10000, 3 പരീക്ഷയാണെങ്കിൽ എന്ത് ചെയ്യും? 3 പരീക്ഷയാണെങ്കിൽ 15000 രൂപ. ഇനിയിപ്പോൾ ഒരു 10 സപ്ലി ഉണ്ടെങ്കിൽ എന്താണ്, 50000 രൂപ. അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നാണ്. മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഒരു 1 to 2 years കൂടി തന്നെ നിങ്ങളുടെ ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പണികളും കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരും. ഡിഗ്രി എന്ന സ്വപ്നം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയാനുള്ളത്, നിങ്ങൾ
നിങ്ങൾക്ക് ഏതെങ്കിലും സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല, സപ്ലി വരുന്ന സ്വാഭാവികം തന്നെയാണ്. ആ സപ്ലി എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത എക്സാമിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്നാം സെമസ്റ്ററിൽ സപ്ലി വന്ന ഒരു വിഷയത്തിന് ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ ഒരു വിഷയത്തിന് സപ്ലി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം ഒന്നാം സെമസ്റ്റർ പരീക്ഷ വിളിക്കുമ്പോൾ തന്നെ അതെങ്ങനെയും ക്ലിയർ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലാത്ത പക്ഷം പിന്നീട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. തീർച്ചയായും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, എന്നാലും വാസ്തവം ഇതാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പല വിദ്യാർത്ഥികൾ ഓർക്കുമ്പം, കാരണം ഇന്നലെ ഒരു 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പം, അവർ അവസാന ചാൻസാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം, അത് വീഡിയോ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്തു, എനിക്ക് കോൾ വരികയാണ്. അങ്ങനെ ഉള്ള സമാധാനം കൂടെ പോയി. ഞാൻ 2020 അഡ്മിഷൻ വിദ്യാർത്ഥിയാണ്, ഒരു സപ്ലി ഉണ്ട്, ഉള്ള സമാധാനം കൂടെ പോയി. ഇനി എന്താ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്ന്. നമ്മൾ ഈ കാര്യം ഇട്ട് കഴിയുമ്പോഴും എനിക്കറിയാം പല വിദ്യാർത്ഥികളുടെ സമാധാനവും പോകുമെന്നുള്ളത്. പക്ഷേ ഇതാണ് വാസ്തവം. ഈ വീഡിയോ ശരിക്കും പറയേണ്ടത് ഞാൻ മനസ്സോടെ തന്നെയാണ് ഇടുന്നത്. കാരണം വെച്ചാൽ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സമാധാനം പോകും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം, മാനസികമായിട്ട് ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം, പേടിയാകുമെന്നൊക്കെ അറിയാം. പക്ഷേ ഇതാണ് വാസ്തവം, ഇതാണ് സത്യാവസ്ഥ. ഇത് ഇപ്പം ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലിരുത്തി ഇപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സപ്ലി ഉള്ള വിദ്യാർത്ഥികളും ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതൊരു പ്രചോദനമാകും. അവർ ഈ വരിയിലേക്ക് പോവാതെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇത് ഓർത്തിരുന്ന് ചെയ്യും. അല്ലെങ്കിൽ വരും കാലം നിങ്ങളെ എന്ത് ചെയ്യും, ഈ കാര്യം തെളിയിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അറിയാതിരുന്നാൽ കുറേ കാലം കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കാലം തന്നെ ഈ കാര്യം നിങ്ങളെ പഠിപ്പിച്ചു തരും. തീർച്ചയായും എൻ്റെ ഒരു പേഴ്സണലുള്ള അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കട്ടെ. അത് പെട്ടെന്ന് തന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജയിച്ചു പോകാനെങ്കിലും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 5000 രൂപ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. തീർച്ചയായും പുതിയൊരുമയെ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടേഴ്സ് ഫോർ ദ ഗ്രേറ്റ് തിങ്സ് ഫോർ വാച്ചിങ്. ബൈ.